പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു അടയാളവാക്യം അതായിരുന്നു, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, തച്ചനായിരുന്നല്ലേ എന്ന് പോലും അല്ല ചോദിക്കണേ. ഈശോ 10-30 വർഷം ഇങ്ങനെ തച്ചപ്പണി ചെയ്ത ഒരാളാണെന്ന് നമുക്കൊരു ക്ലൂ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്നാണ് ചോദിക്കണേ. ഔസേപ്പിതാവ് അപ്പോൾ അവിടെ എത്രമാത്രം പ്രശസ്തനായ ഒരു ശില്പിയായിരുന്നു എന്നാണ് ഇങ്ങനെ മരപ്പണിക്കാരനായിരുന്നു, തച്ചനായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം. ബോബിയച്ചനൊക്കെ പറയണത് പോലെ 4 കമ്പ് കൂട്ടി കെട്ടി വെച്ചൊരു കോഴിക്കൂട് പണിയുന്ന പണിയല്ല തച്ചപ്പണി. കൃത്യമായിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ്, ആ കണക്കുകളൊക്കെ വെച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തൊരുക്കിയില്ലെങ്കിൽ ഒരു വീട് വരെ ചിലപ്പോൾ തകർന്നു വീണേക്കാം. സ്വപ്ന ഭവനങ്ങൾ ചിലപ്പോൾ തകർന്നു വീണേക്കാം. അതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് മരപ്പണി നടത്തിക്കൊണ്ടിരുന്ന, വീടുകൾ പണിതിരുന്ന, ഉരുക്കളി ഒഴിവാക്കിയിരുന്ന ഒരാൾ ശരിക്കും ഔസേപ്പിതാവ് ചെയ്തത് ദൈവം തന്നെ ഏൽപ്പിച്ച കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ കാവലായിട്ട് തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഔസേപ്പിതാവിൻ്റെ ഫോക്കസ് മുഴുവൻ പോകുന്നത് അവരെ എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് നോക്കാം, അതിനു വേണ്ടിയിട്ട് തന്നെ കൊണ്ട് എന്ത് ചെയ്യാനാവും. പിന്നെ കയ്യും മെയ്യും മറന്ന് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും വിശ്വസ്തയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയും തങ്ങളുടെ സമയവും കഴിവും ഒക്കെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം ഇത്രയും കാലമായിട്ട് മാറ്റിവെക്കുകയും ചെയ്ത മനുഷ്യർ ഇപ്പോഴും നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ തന്നെയാവും. അങ്ങനെ ഒരു ആയുഷ്കാലം മുഴുവൻ, ജീവിതം മുഴുവൻ ഇങ്ങനെ ജോലി ചെയ്ത്, കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത് മരിച്ചുപോയ ആളുകൾ, അവരെയൊക്കെ ഒന്ന് ഓർക്കാനായിട്ടുള്ള ദിവസമാണിത്. എൻ്റെ കുടുംബത്തെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ, നിലനിർത്താൻ സ്വന്തം ചോര വെള്ളമാക്കിയ മനുഷ്യർ, അങ്ങനെ കഷ്ടപ്പെടുന്നവരെയൊക്കെ ഒന്ന് ഓർക്കാനായിട്ടുള്ള തൊഴിലാളി ദിനമായിട്ടൊന്ന് ആഘോഷിക്കണേ. തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് വിശുദ്ധ ഔസേപ്പിതാവ്, അങ്ങനെ ആ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ കൊണ്ടു നടക്കാനായിട്ട്, പണ്ട് അപ്പച്ചമാരെ കുറിച്ച് മാത്രം ഓർത്തിരുന്നൊരു തിരുനാളാണിത്. കാരണം കുടുംബത്തെ പോറ്റാനായിട്ട് കഷ്ടപ്പെടാനായിട്ട് ഇറങ്ങിയിരുന്നത് അവരായിരുന്നല്ലോ. പക്ഷെ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് വലിയ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകാനായിട്ട് മനസ്സ് കാണിച്ച് കുടുംബത്തെ ഭംഗിയാക്കി നിലനിർത്തണമെന്നും മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ച് എല്ലാ പണിക്കും ഇറങ്ങി പുറപ്പെടുന്നവരിൽ ചേച്ചിമാരുണ്ട്, അമ്മമാരുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും ഓർക്കണം. കുടുംബത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന മനുഷ്യരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും, അവരുടെ മുൻപിൽ കൃതജ്ഞതയോടുകൂടെ കരം കൂപ്പി നിൽക്കാനും, അവർക്ക് വേണ്ടി തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവ് വഴിയായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാനും ഒരു ദിവസം ഔസേപ്പിതാവ് കുടുംബത്തെ പോറ്റാൻ വേണ്ടി സ്വന്തം ജീവിതം ഇങ്ങനെ ബലിയായിട്ട് അർപ്പിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഓർമ്മപ്പെടുത്തൽ. അതിനായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ അൾത്താരകളിൽ ബലിയായി അർപ്പിക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ചിട്ട് ഇന്ന് ഓർക്കാനായിട്ടുള്ള ദിവസമാണെന്ന് കൂടി ഒന്ന് ഓർക്കണമെന്ന് നല്ലതാണ്. ഔസേപ്പിതാവ് ആ കുടുംബത്തെ നയിച്ചത് ഇതെല്ലാം ചെയ്യുമ്പോഴും എന്നാൽ ഒരു സാധാരണ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണത്. ഇത്രയും ഞാൻ കഷ്ടപ്പെടുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാനായിട്ടുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ, അപ്പോൾ ഞാൻ പറയണതനുസരിച്ച് ചെയ്യണം. അപ്പം ഞാൻ പറയണതനുസരിച്ച് ഈ കാര്യങ്ങൾ ക്രമീകരിക്കണം, ഞാൻ പറയുന്ന ഭക്ഷണം വെക്കണം. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. പക്ഷെ ഔസേപ്പിതാവിന് അങ്ങനത്തെ ഒരു ചിന്തയെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കുടുംബത്തിന് വേണ്ടി ഇത്രയും അത്യധ്വാനം ചെയ്യുന്ന ഒരാൾ ചെയ്തത് മുഴുവൻ, നടത്തിയതും നടപ്പിലാക്കിയത് മുഴുവൻ സ്വർഗത്തിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ തീരുമാനങ്ങൾ. അതിനപ്പുറത്തേക്കും ഇല്ല. ഇവിടെ നിന്ന് ഇപ്പം എഴുന്നേറ്റ് ഓടണം എന്ന് പറഞ്ഞാൽ ഒപ്പം റെഡിയാണ് കുടുംബത്തെയും കൊണ്ട് ഓടാനായിട്ട്. അത് തുടക്കം മുതൽ നമ്മൾ കാണുന്നുണ്ട്. ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയെ വിവാഹം ചെയ്യണമെന്ന് പറയുന്നു, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ജോസഫ്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പരിശുദ്ധ മാതാവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ ജീവിതാവസാനം വരെ ഈ മനുഷ്യനിങ്ങനെ മുമ്പോട്ട് പോകുന്നത് നമ്മൾ കാണും. അതിനുശേഷം
കുഞ്ഞുണ്ടാവുന്ന നേരത്ത് ഇന്ന ആൾക്കാരെ ആക്രമിക്കാൻ വന്നിട്ട് ഇവിടുന്ന് പൊക്കോ, അടുത്ത ദേശം അടുത്ത രാജ്യത്തെ കുറിച്ചാണ് പറയണേ. ഈ ജെറുസലേം യഹൂദ നാടിനെ പോലെ ഇങ്ങനെ വളരെ ഇങ്ങനെ ചുറ്റുപാടുകൾ കൊട്ടിയടച്ചിരിക്കുന്ന, എത്രയും പെട്ടെന്ന് ആളുകളെ പരസ്പരം തിരിച്ചറിയാവുന്ന ഒരിടത്ത് നിന്ന് ദൈവകുമാരനെയും ദൈവജനനിയെയും സംരക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ പണയം വെക്കേണ്ടി വന്നേക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, ഇപ്പൊ ആലോചിച്ചെടുക്കുന്നത് പോലെ പെട്ടെന്നൊന്നും ഒളിച്ചു പോകാൻ പറ്റുന്ന ഇടങ്ങളായിരുന്നില്ല അത്. എന്നിട്ടും ദൈവത്തിന്റെ കൃപ കൊണ്ട്, സ്വർഗത്തിന്റെ സംരക്ഷണത്താൽ യോസേപ്പ് പിതാവ് തൻ്റെ കുടുംബത്തെ മറ്റ് നാടുകളിൽ എത്തിക്കുന്നത് കാണാൻ പറ്റും. അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ട് ഒരു സമയം ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രശ്നം, അധികാരിയായിട്ടുള്ളൊരു രാജാവ് കിടക്കുന്നു, അവിടെ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അടുത്തടുത്തേക്ക് പോകുന്നു. ഇങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് മാത്രം ജീവിച്ച, ദൈവേഷ്ടത്തിനനുസരിച്ച് മാത്രം കുടുംബത്തെ നയിച്ച ഒരു കുടുംബനാഥൻ്റെ തിരുനാളായിരുന്നു. നമ്മളുടെ മുന്നിൽ വെക്കുന്ന വെല്ലുവിളി ചെറുതല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ? നമ്മുടെ വീടിൻ്റെ പുറത്ത് ചെന്ന് നിന്ന് മനോഹരമായി നമ്മൾ പടുതെടുത്തിരിക്കുന്ന വീടിനെ ഒന്ന് നോക്കിയിട്ട് സ്വയം ചോദിക്കണം, എൻ്റെ പ്ലാനാണോ, കർത്താവിനോട് ചോദിച്ചിട്ട് ഞാൻ വരച്ച പ്ലാനാണോ? അകത്തേക്ക് കയറിയിട്ട് ചോദിക്കണം, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ച സാധനങ്ങളാണോ, അല്ലെങ്കിൽ ഇതൊക്കെ വേണമെന്ന് കർത്താവിനോട് അനുവാദം ചോദിച്ചിട്ടാണോ എന്ന് ചോദിക്കണം. ഒരു തിരുഹൃദയ രൂപം പോലും ഞാൻ വച്ചിരിക്കുന്നത് എൻ്റെ കർത്താവിനോട് അനുവാദം ചോദിച്ചിട്ടാണെങ്കിൽ പിന്നെ എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അല്ല, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് ചൂസ് ചെയ്യാനാണെങ്കിൽ അതിനു വേണ്ടി തന്നെ എത്ര അടിയാണ് കുടുംബത്തിലൊക്കെ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സാധനവും ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് പരസ്പരം തമ്മിലടിക്കുന്നു. അതിൻ്റെ പേരിൽ മിണ്ടാതെ ആ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവിടെയാണ് യോസേപ്പ് പിതാവ് നമ്മുടെ മുൻപിൽ വെല്ലുവിളിയാവുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുടുംബത്തെ നയിച്ച ഒരാൾ. വിശുദ്ധ യോസേപ്പ് പിതാവെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കുടുംബത്തെ പോറ്റാൻ, കുടുംബത്തെ ഒരുമിപ്പിച്ച് നിർത്താനൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. അവരെല്ലാവർക്കും സ്വർഗത്തിൻ്റെ ശക്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഓരോരുത്തരും അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് കുടുംബത്തെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സ്വർഗത്തിൻ്റെ വഴികാട്ടിയായി ദൂതന്മാരുണ്ടാകും. പ്രയാസങ്ങളുടെ നടുവിലും നമുക്ക് നമ്മുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിൽ നയിക്കാനായിട്ടുള്ള ശക്തി ലഭിക്കും. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ അത്യധ്വാനം നടത്തുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ തിന്മകളിൽ നിന്നും, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ ശരീരം പൊള്ളിക്കുന്ന ചൂടൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇവർ പുറത്തു നിന്ന് പണിയെടുക്കണമെന്ന് ആലോചിച്ചു പോകും. വെറുതെ അല്ല പറയണത്, അത് ശരിക്കും പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ അകത്തിരിക്കുമ്പോൾ തന്നെ നമ്മൾ വല്ലാതെ കരുവാളിക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാൽ സൂര്യൻ്റെ താപമേറ്റ് തളർന്നു വീഴുന്ന മനുഷ്യരുടെ വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മുടെ സംരക്ഷണത്തിൻ്റെ ഒരു ഇത്തിരി തണുപ്പ്, പ്രാർത്ഥനയുടെ സംരക്ഷണത്തിൻ്റെ ഒരു പുതപ്പ് ആവശ്യമില്ലേ? കുറച്ച് തണുപ്പ് കൊടുക്കേണ്ട കാര്യമില്ലേ നമുക്ക്? കർത്താവെ, അതിന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയാണ്. ഇന്നത്തെ പ്രാർത്ഥനകൾ മുഴുവൻ, ഈ ആരാധനയിൽ നമ്മൾ സമർപ്പിക്കുന്നത് മുഴുവൻ എൻ്റെ കുടുംബത്തെ കൊണ്ടു നടക്കാൻ, ഓരോ കുടുംബത്തെയും പോറ്റാനൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെയാണ്. നമ്മളെക്കാൾ ഉപരി അവർക്ക് ഈ പ്രാർത്ഥനയുടെ, ഈ ആശീർവാദത്തിൻ്റെ ആവശ്യം. അവരെല്ലാം സമർപ്പിച്ചു ഈശോയെ അങ്ങയുടെ സംരക്ഷണവും കരുതലും കൊടുത്തുകൊണ്ട് അവരെ ആശീർവദിക്കണമേ എന്ന് അപേക്ഷിച്ച് നമുക്ക് മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, പരാതി പറയാതെ അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടി എല്ലുമുറിയെ ജോലി ചെയ്യാനായി മാതൃകയായി ഞങ്ങൾക്കൊരു വിശുദ്ധനെ നൽകിയതിന്, പാതിരാത്രികളിൽ തിന്മയുടെ സ്വാധീനത്തിൽ പെട്ടുപോകാതെയും ഭയപ്പെടാതെയും കിടന്നുറങ്ങാൻ ഇങ്ങനെയൊരു പിതാവിൻ്റെ സംരക്ഷണം നൽകുന്നതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കൃതജ്ഞതയോടുകൂടെ വിശുദ്ധ യോസേപ്പ് പിതാവിനായി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈ രാത്രി നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച്
നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ